ഇന്ന് നമ്മൾ അടിപൊളി കാരമൽ സേമിയ പായസമായിട്ടോ ഉണ്ടാക്കണത്. എനിക്ക് സേമിയ പായസം കഴിക്കാൻ സേമിയല്ല ഒരു പായസം കഴിക്കാൻ തോന്നിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പായസം കണ്ടപ്പോൾ ഇതുണ്ടാക്കാമെന്ന്. ഇത് ഓണത്തിനൊക്കെ ഉണ്ടാക്കി അടിപൊളിയായിരിക്കും കേട്ടോ, നല്ല ടേസ്റ്റാണ്. ആദ്യം തന്നെ കുറച്ച് നെയ്യിൽ കശുവണ്ടിയും പിന്നെ നമ്മുടെ മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുത്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് സേമിയ ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് ഈ ബ്രൗൺ കളറായി വരുമ്പോഴേക്കിനും നമുക്ക് വേറെ പാത്രത്തേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ പാത്രം തന്നെ നെയ്യൊക്കെ ഉള്ളതുകൂടെ ഒന്ന് കഴുകി എടുത്തിട്ട് കഴുകണമെന്ന് എനിക്കറിയില്ല. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കാരമൽ ചെയ്തെടുക്കണം കേട്ടോ. നല്ല കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ പായസത്തിന് നല്ല മണം ഉണ്ടാവും. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു 2 ലിറ്റർ പാലൊഴിക്കുക. ഈ പാലൊഴിക്കുമ്പോൾ എൻ്റെ അടുത്ത് തണുത്ത പാലായതുകൊണ്ട് നമ്മൾ ആ കാരമലില്ലേ ആ സിറപ്പ് നല്ലോണം കട്ടിയായി വന്നു കേട്ടോ. അത് പേടിക്കാനൊന്നുമില്ല, അത് നമ്മൾ മെല്ലെ മെൽറ്റായിട്ട് വന്നോളൂ കേട്ടോ. ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ചാൽ മതി. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ 1/2 കപ്പ് ഒഴിച്ചാലും മതി, പക്ഷേ എൻ്റെ പാല് നല്ല കട്ടിയുള്ളതുകൊണ്ട് ഞാൻ 1 കപ്പ് ഒഴിച്ചു കേട്ടോ. എന്നിട്ട് ആ പാലൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഫ്രൈ ആക്കി വെച്ച സേമിയയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇത് വെന്ത് വരുമ്പോൾ നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര ഇടുക കേട്ടോ. ഞാൻ പഞ്ചസാര ഇട്ടിട്ട് എന്തായാലും നല്ല മധുരമായി പോയിട്ടോ. കാരണം നമ്മൾ ആ ചൂടോടെ നോക്കുമ്പോൾ പഞ്ചസാര ഇല്ല, മധുരം ഇല്ല എന്ന് തോന്നും എനിക്ക്. പക്ഷേ ഇതൊക്കെ ആയി വന്നപ്പോൾ നല്ല മധുരം. പിന്നെ നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും പിന്നെ നമ്മൾ ഫ്രൈ ആക്കി വെച്ച് നമ്മുടെ കാഷ്യൂനട്ടും മുന്തിരിയൊക്കെ ഇട്ടിട്ട് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാരമൽ സേമിയ പായസം റെഡി. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിക്കോ ഓണത്തിന്.